ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പം അർജൻറ്റീനയിലാണുള്ളത്. ഇന്നലെ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ ഇന്ന് ഒരു കേവ് കാണാൻ പോവുകയാണ്. 1500 വർഷം മുമ്പ് ആദ്യം മനുഷ്യർ താമസിച്ചിരുന്ന ഒരു കേവാണ്. അവിടെ കുറേ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അത് കാണാനായിട്ട് ഇന്ന് പോവാം. നമ്മൾ രാവിലെ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയാണ്. രാവിലെ ഞാൻ എല്ലാ ദിവസവും ഫുൾ ടാങ്ക് അടിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ പമ്പ് കാണണമെന്നില്ല, ചിലപ്പോൾ അവിടെ കാർഡ് എടുക്കണമെന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് രാവിലെ ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാറാണ് പതിവ്. ഇവിടെ പെട്രോളിന് കുറച്ച് വില അധികമാണ്. ഇവിടെ 98ഉം പിന്നെ ഏതാണുള്ളത്, മറ്റേതാ കാണുന്നില്ല, എനിക്കൊന്ന് 95ഓ 93ഓ ആണ് ഉള്ളത്. പിന്നെ 98 അടിക്കാൻ നോക്കുകയാണ് ഇന്ന്. ഇവിടെ നിന്ന് ഗാർബേജ് എടുക്കുന്ന ദിവസം തോന്നുന്നു. നമ്മുടെ കാനഡയിൽ ഇതുപോലെയാണ് ഗാർബേജ് എടുക്കുന്നത്. ഇതേപോലെ വണ്ടിയിൽ ബാക്കിൽ നിന്നിട്ട് ആൾക്കാർ പറയുന്ന വന്ന് ഗാർബേജ് വീണ്ടും വണ്ടിയിൽ നിന്ന് പിക്ക് ചെയ്തെടുത്തോണ്ട് പോകും. ഇന്നിനി എന്താണെന്നറിയില്ല, പോയി തന്നെ നോക്കണം. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ കുറെ അൽപ്പാക്ക മാത്രമേ ഉള്ളൂ റോഡിൽ. വേറെ ആൾക്കാരെ ഒന്നും കാണാനില്ല. അൽപ്പാക്ക നമ്മളെ കണ്ടിട്ട് ഓടുന്നു. ഭയങ്കര വിജനമായ സ്ഥലമാണ്. ഒരു മനുഷ്യനോ ഒന്നുമില്ല. ഒരു കെട്ടിടങ്ങളോ കടകളായിട്ട് ഗ്യാസ് സ്റ്റേഷനാവട്ടെ ഒന്നുമില്ല. ഭയങ്കര വിജനമായിട്ടുള്ള റോഡാണ്. സ്ട്രെയിറ്റ് റോഡ്. നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല. നമുക്ക് ബാക്കിലും വണ്ടികളൊന്നും ഇല്ല. വിജനമായ റോഡാണ്. ഞാനിപ്പം ഏകദേശം 100 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു. എന്നിട്ടും ഇവിടെ ആരെയും കാണാനില്ല. ഒറ്റ മനുഷ്യനും ഇല്ല. വണ്ടികളും ഒന്നും ഓപ്പോസിറ്റ് നിന്ന് വരുന്നില്ല. ഇന്ന് വളരെ കുറവാണ് ആൾക്കാർ പോകുന്നതും. എനിക്ക് തോന്നുന്നു സൗത്തിലോട്ടായതുകൊണ്ട് അത്രയും ആൾക്കാർ അങ്ങോട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു. കൂടുതലും ആൾക്കാർ നോർത്തിലാണുള്ളത്. നമ്മളങ്ങനെ പാറ്റഗോണിയ പ്രൊവിൻസിലേക്ക് കടക്കുകയാണ്. ഇവിടുന്ന് 75 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നതിൻ്റെ സ്റ്റിക്കറൊക്കെ കാണാം ഇതിൻ്റെ സൈൻ ബോർഡിൽ. ഇവിടുത്തെ അങ്ങനെ കുറെ നേരം യാത്ര ചെയ്ത് നമ്മൾ ഫ്രണ്ടിലൊരു ഓവർലാൻഡിങ്ങിന്റെ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ അർജന്റീന ഫ്ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലോക്കൽ ആൾക്കാരാണെന്ന് തോന്നുന്നു. മറ്റേ ഇത് ഒന്നല്ല എന്ന് തോന്നുന്നു. നമ്മൾ ആ വഴിയാണ് വന്നത്. വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ആ റോഡിൽ കൂടെയാണ് വന്നത്. കേവിലെത്താനായിട്ട് ഇനി ഒരു 50 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ഇനിയും നമ്മളങ്ങനെ ഏകദേശം 200 കിലോമീറ്ററിൽ ഓടി. അപ്പോൾ കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള മലകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. പല കളറിൽ ദൂരെ ഇങ്ങനെ പല പല മലകൾ.
നമ്മളങ്ങനെ കേവിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ കയറി ചോദിക്കണം എത്രയാണ് ഇവിടെ എൻട്രി ഫീയും കാര്യങ്ങളുമൊക്കെ, എപ്പോഴാണ് കേവ് കാണാൻ പറ്റുന്നത്, അതൊക്കെയാണെന്ന് ചോദിക്കണം. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽപ്പെട്ട സൈറ്റാണ്. ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇനി 4 മണിക്കാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഒരാളും വരും. അപ്പം ഞാൻ തൽക്കാലം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് കേവ് കാണാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് സമയമുണ്ട് ബാക്കി. ഇപ്പം 3 മണി ആയതേ ഉള്ളൂ. ഇനി കുക്ക് ചെയ്തിട്ട് ഇനി കേവ് കാണാൻ പോവാണ്. നമ്മളങ്ങനെ കേവിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞത്. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഹെൽമെറ്റാണ്. കല്ലൊക്കെ ഇളകി വീണിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മള് ടണലിന്റെ കാറ്റാതെ പോയ പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ വണ്ടി പോവും, ഇവിടെ വണ്ടി പോകാൻ പറ്റത്തില്ല, നമുക്ക് നടന്നേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ റൂട്ട് മാപ്പ്. നമുക്കിവിടെ മെയിൻ കേവിലാണ് പോകേണ്ടത്. നമ്മുടെ ഫസ്റ്റ് കേവിലോട്ട് പോവാണ്. അടുത്തെത്തി. ഓൾമോസ്റ്റ് ഒരു 10,000 വർഷം മുമ്പ് ആൾക്കാർ ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അന്നേരത്തെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? കൈപ്പത്തിയാണ് കൂടുതലും. മനുഷ്യന്റെ പടമുണ്ട് ഇവിടെ. ഇതൊരു മനുഷ്യന്റെ പടമാണ്. പക്ഷികളുടെ പടവും ഉണ്ട്. അൽപ്പാക്കയാണ് മെയിനായിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ പുതിയതിരിക്കുമെങ്കിൽ ഇവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം പാറയുടെ മുകളിൽ കൈ ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് വായിൽ പെയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഊരും. അപ്പം സ്പ്രേ ചെയ്യുന്ന പോലെ ആവും. അങ്ങനെയാണ് ഇവർ ഈ കൈപ്പത്തിയുടെ പെയിന്റിങ് ചെയ്തത്. ഒരു ഇഷ്ടം പോലെ കൈപ്പത്തിയുടെ പടമുണ്ട്. ഇവിടെ പണ്ട് താമസിച്ചിരുന്നവർ ഈ കേവിലാണ് താമസിച്ചിരുന്നത് വിന്റർ സമയത്ത്. ഇവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പം ഇതിൻ്റെയൊക്കെ മാർക്കും ഒക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. ടൂൾസ് ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു. ഹോമോസാപ്പിയൻസ് ആണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലം. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തോ ജീവിതമായിരുന്നു ഇവിടെ. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരായിരിക്കും ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പെയിന്റിങ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ ആൾക്കാർ വന്ന് നശിപ്പിച്ചു. കാണാൻ പറ്റും അതൊക്കെ ഇളകി കളഞ്ഞത്. ഇത് ഈ പിക്ചറിൽ ഇവരുടെ പണ്ടത്തെ ഹണ്ടിങ് സ്റ്റൈലൊക്കെയാണ് പരിചയപ്പെടുന്നത്.